കുടുംബ കാഴ്ചകളിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം. നമുക്ക് ഇന്നത്തെ കുടുംബ കാഴ്ച ശ്രദ്ധിക്കാം. എൻ്റെ അമ്മച്ചി രാവിലെ എണീക്കും, എന്നിട്ടൊരു നീണ്ട പ്രാർത്ഥനയാണ്. പിന്നെ പശുവിനെ കറക്കും, മുറ്റമടിക്കും, ഞങ്ങൾ 5-6 കുളിപ്പിക്കും, അപ്പച്ചന് കമ്പനിയിൽ പോകാൻ ചോറും കറിയും ഒക്കെ വെക്കും. എന്നാലുണ്ടല്ലോ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ക്ഷീണവും ഇല്ല. ഇന്നത്തെ പിള്ളേരെന്നതാ ചെയ്യുന്നത്? മോളെങ്ങനെ അടുക്കളപ്പണിയൊക്കെ അറിയോ? കല്യാണം കഴിക്കാൻ പോവല്ലയോ? എല്ലാം പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ പഠിപ്പിക്കണം. ആരാ? അമ്മമാര്. ഓ, കല്യാണാണെന്ന് അറിഞ്ഞപ്പോ മുതല് പെണ്ണേതോ സ്വപ്നലോകത്താ. അല്ലേലും പുതിയ പിള്ളേരല്ലയോ, അടുക്കളപ്പണിയൊന്നും അറിയില്ലാന്നേ. ഈ ബ്രോക്കർ എന്നതായി പറയുന്നേ? വീട്ടുപണി ചെയ്യിക്കാനാണോ അവളെ അങ്ങോട്ട് കെട്ടിച്ചു വിടുന്നത്? അങ്ങനെയുള്ള കുടുംബക്കാരൊന്നും വേണ്ട കേട്ടോ. അവളെ MBA ഫസ്റ്റ് ക്ലാസ്സാ. എന്തായാലെന്താ, സ്വന്തം കാര്യവും കുടുംബക്കാരുടെ കാര്യവും നോക്കുന്നവളാ പെണ്ണ്. പഠിപ്പും പത്രാസും മാത്രം പോരാ. പിന്നെ കല്യാണം കഴിഞ്ഞ കുടുംബമായി ഭർത്താവിനെയും കുടുംബക്കാരെയും മക്കളെയും നോക്കുക എന്നാണ് പ്രധാനം. ആരോട് പറയാൻ? ചേർത്തി പറഞ്ഞാൽ എൻ്റെ ശരി. മക്കൾക്ക് പഠിക്കാണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും പണി വിളി എടുപ്പിക്കോ? ശരീരം അനങ്ങി പണിയെടുത്താലല്ലയോ മനസ്സും ശരീരവും നന്നാവൂ. അത് മാത്രമേ ഉള്ളൂ പറഞ്ഞു കൊടുക്കില്ല. ദേ, രാത്രി മുഴുവൻ ആ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുമായിരുന്നു. നേരെ ഇത്രയായിട്ട് എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് നോക്കിയേ. ആ, അമ്മച്ചിരിക്കും. എടിയൊരു ചായ. അവള് രാത്രിയിൽ ചാറ്റ് ചെയ്യില്ലായിരുന്നോ? എന്നതാ? ചാറ്റേ എനിക്കൊന്നും അറിയത്തില്ല, എന്തോ വലിയ കാര്യാണെന്നറിയാം. ഞാൻ അവളെ ഒന്ന് വിളിച്ചുണർത്തട്ടെ. ആ, നോക്ക്. നാളെ ഒരു കുടുംബം നോക്കേണ്ടവളാ. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ചെക്കനുണ്ടെന്ന് കേട്ടു. പഴയ കുടുംബക്കാരാ. ചെറുക്കനാണെങ്കിൽ നല്ല അധ്വാനിയും. ഏക്കർ കണക്കിന് റബ്ബർ. ഒരു 10-20 കന്നുകാലികൾ. ഒറ്റ മോൻ. ഇത് കൊള്ളാലോ. നമുക്കൊന്ന് ആലോചിച്ചാലോ ചേട്ടാ? ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ദൈവം കനിഞ്ഞാൽ മതിയായിരുന്നു. നീ അവളെ കുറച്ച് വീട്ടുപണി പഠിപ്പിക്കും. നല്ലൊരു കുടുംബത്ത് കെട്ടിച്ചാ പിന്നെ വേലക്കാര് കാണത്തില്ലേ? മോളെന്തിനാ കഷ്ടപ്പെടുന്നത്? അവരൊക്കെ എല്ലാം അധ്വാനിച്ചുണ്ടാക്കിയതാവും, അല്ലാതെ വേലക്കാരെ വെച്ചുണ്ടാക്കിയതാവില്ല. പ്രായമായ ഒരു പെണ്ണിന്റെ കിടപ്പ് കണ്ടില്ലേ? മോളെ എഴുന്നേൽക്ക്. ഞാൻ നല്ലൊരു ചെറുക്കന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞില്ലേ? അമേരിക്കയിലുള്ള ചെറുക്കന്മാരാരേലും ഉണ്ടോന്ന് നോക്ക്. എന്റെ കുഞ്ഞെ, അമേരിക്കയിലുള്ള ചെക്കനൊന്നും അല്ല. അയർക്കുന്നത്തുള്ള നല്ലൊരു സുന്ദരനാ. നല്ല കുടുംബം, നല്ല സ്വത്ത്. സുന്ദരൻ എന്ന് വെച്ചാൽ സുന്ദരൻ. ഓ, അതൊന്നും വേണ്ട. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. അമേരിക്ക മതി, അമേരിക്ക. നല്ല ഒന്നാന്തരം ഒരു ചെറുക്കന്റെ കാര്യം പറയാൻ വന്നതാ. അത് നടക്കുകയും ചെയ്യും. ഇവിടെയൊക്കെ ആ പാവം കെട്ടി ആ കുടുംബം കുട്ടിച്ചോറാകും. പിന്നെ ആ വഴി എനിക്ക് പോകാൻ പറ്റുമോ? ഞാൻ ഇറങ്ങുവാണേ. ചെറുക്കന്റെ കാര്യം പറഞ്ഞില്ല. ദേ, അവര് പോയി. ഇനി ഈ വഴി വരുമെന്ന് തോന്നുന്നില്ല. നല്ലൊരാലോചനയായിരുന്നു, അതും പോയി. കടന്നുപോയ ദിവസം യുവാവായ ഒരു കുടുംബനാഥൻ എന്നെ കാണാൻ വന്നു. അയാളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആളാകെ അസ്വസ്ഥനാണ്. ഞാൻ ചൂണ്ടിക്കാട്ടിയ കസേരയിൽ അയാളിരുന്നു. പതുക്കെ മനസ്സ് തുറക്കാൻ തുടങ്ങി. അയാളാകെ പ്രശ്നത്തിലാണ്. എന്നോട് പറഞ്ഞു, ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. മക്കൾ 2 പേരുണ്ട്. അവർ 2 പേരും കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്നു.
പക്ഷേ എൻ്റെ ഭാര്യയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയച്ചു. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അയാൾ പറഞ്ഞു, ഈ 10 വർഷമായി ഞാൻ വിവാഹം കഴിഞ്ഞെങ്കിലും ആദ്യകാലം മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അവൾക്ക് വീട്ടിലെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നത്. അയാൾ വിശദീകരിച്ചു, രാവിലെ എഴുന്നേക്കാൻ അവൾക്ക് പറ്റുന്നില്ല, മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് പ്രശ്നം രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അയാൾ കൃത്യമായിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് 8:15 സ്കൂളിലേക്ക് പോകണം. അവർക്കുള്ള വണ്ടി വീടിൻ്റെ വാതിക്കൽ 8:15 വരും. പക്ഷേ ഈ കുടുംബനാഥ രാവിലെ എഴുന്നേൽക്കുന്നത് 7:30. എന്നിട്ട് ഞാൻ ഇയാളോട് പറഞ്ഞു, ഇയാളെ മാത്രം കേട്ടാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയില്ല, അവളെയും കൂടെ വിളിക്കണം. അന്ന് തന്നെ എനിക്ക് സമയമുണ്ടായിരുന്നുകൊണ്ട് വൈകുന്നേരം ഇവളെയും കൂട്ടി ഇയാൾ വന്നു. ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് ചോദിച്ചു. നിൻ്റെ ഭർത്താവ് പറയുന്ന കാര്യമൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. അവൾ തലയാട്ടി, ശരിയാ. ഞാൻ ചോദിച്ചു, ഈ 8:15 കുഞ്ഞുങ്ങളെ ബസ്സിൽ കയറ്റി സ്കൂളിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ 7:30 എഴുന്നേറ്റാൽ മതിയോ? രാവിലെ എഴുന്നേക്കണ്ടേ? ഞാനത് ചോദിച്ചെങ്കിലും അവൾ വലിയ ഗൗരവത്തിൽ അതെടുത്തില്ല. എന്നോട് പറഞ്ഞു, ഞാൻ ശീലിച്ചത് അതാ. ഞാൻ പറഞ്ഞു, അതാ കുഴപ്പം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള അമ്മമാരോട്, അപ്പന്മാരോട് അടിവരയിട്ട് ഞാൻ പറയുന്നു, മക്കളെ വിവാഹത്തിലേക്ക് അയക്കുമ്പോൾ വിവാഹ ജീവിതം, കുടുംബജീവിതം, അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നിറവേറ്റാൻ അവർക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയായി, ഒരു യുവാവായി, യുവതിയായി മുമ്പോട്ട് വളരുമ്പോൾ കുടുംബജീവിതം ആരോഗ്യകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ചില ശീലങ്ങൾ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കണം. ഓരോ ദിവസത്തോടും ബന്ധപ്പെട്ട ദിനചര്യകൾ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ അവരെ പരിശീലിപ്പിച്ച് സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്യാൻ അവർ ആത്മവിശ്വാസമുള്ളവരായി തീരുകയാണ്. പക്ഷേ ഒരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയാണ് ഹൗസ് മാനേജ്മെൻറ്റ് നടത്തേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, എവിടെയെങ്കിലുമൊക്കെ ഭാര്യമാരായ കുടുംബനാഥകൾ ഹൗസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോയാൽ ആ വീട് ക്രമം തെറ്റിപ്പോകും. ഹൗസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഭർത്താവിൻ്റെ, കുടുംബനാഥൻ്റെ ഉത്തരവാദിത്വം എന്നതിനേക്കാൾ കൂടുതലായി കുടുംബനാഥയുടേതാണ്. അത്തരത്തിൽ ഹൗസ് മാനേജ്മെൻറ്റ് നടത്തുമ്പോൾ തീർച്ചയായും ചില ശീലങ്ങൾ ഈ പെൺകുട്ടി സ്വന്തമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ശീലങ്ങളെന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നതാവാം, മുറ്റമടിക്കുന്നതാവാം, മുറികൾ വൃത്തിയാക്കുന്നതാവാം, ഭക്ഷണം പാകം ചെയ്യുന്നതാവാം, പാത്രങ്ങൾ വൃത്തിയായി കഴുകി ഉണക്കി വയ്ക്കുന്നതാവാം, തുണികൾ ആ വീട്ടിലുള്ളവരുടേത് അലക്കി തേച്ച് മടക്കി വൃത്തിയാക്കി വെക്കുന്ന കാര്യമാവാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, ഇന്ന് കുടുംബനാഥകളായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലിക്കാരും കൂടിയാണ്. പലരും ജോലിക്കാരാണ്. ഒരുപക്ഷെ ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ അല്ലാത്ത ജോലിയോ ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ പോലും പുരുഷന്മാരായിട്ടുള്ള ഭർത്താക്കന്മാർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബനാഥയായ സ്ത്രീ തന്നെ ചെയ്യണമെന്നാണ്. ഇത് പറയുമ്പോൾ പാചക കാര്യങ്ങളിൽ അല്ലെ വീടൊക്കെ ക്രമമായിട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ സ്ത്രീകളെ സഹായിക്കുന്ന പുരുഷന്മാർ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സഹായിക്കുന്നുണ്ട്. തീർച്ചയായും പറ്റുന്ന വിധത്തിലൊക്കെ അവരും സഹായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ജോലിയും ഓഫീസിലെ ജോലിയും എല്ലാം കൂടെ കൊണ്ടുപോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ തീർച്ചയായും ഭർത്താക്കന്മാർ കരുതൽ നൽകേണ്ടതാണ്. പക്ഷേ ഇതൊരു ബോണസാണ്. ഇങ്ങനെ ഭർത്താവ്
അല്ലെങ്കിൽ അമ്മായിയമ്മ ഒക്കെ സഹായിക്കുന്നുണ്ട് എന്നു വരികിൽ തന്നെയും ഇവരിൽ നിന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ രാവിലെ കുളിപ്പിച്ച് ഒരുക്കി സ്കൂളിലേക്ക് വിടേണ്ട കുടുംബനാഥ 7:30 വരെ 8 വരെ കിടന്നുറങ്ങിയാൽ അങ്ങനെ ഇരിക്കും? അങ്ങനെ ഉറങ്ങിയാൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലെന്നൊക്കെ പറയാം, പക്ഷേ ആ വീട്ടിലെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയില്ല. അപ്പോൾ കുടുംബനാഥയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ തന്നെ അത് നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഹൗസ് മാനേജ്മെൻറ്റ് കുടുംബനാഥയുടെ ഉത്തരവാദിത്വമാണ്. ആ കുടുംബത്തിലെ കുടുംബനാഥൻ, മക്കൾ, മറ്റ് അംഗങ്ങൾ ഒക്കെ ആരോഗ്യകരമായ ബന്ധങ്ങളിലൂടെ ആ കുടുംബത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ, സന്തോഷത്തോടെ ആ കുടുംബ ജീവിതം നയിച്ച് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുടുംബനാഥ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വിവാഹത്തിലേക്ക് മക്കളെ ഒരുക്കി അയക്കുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ ശ്രദ്ധിക്കൂ. പെൺകുട്ടികളെ ഹൗസ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്ന ശീലങ്ങൾ അഭ്യസിപ്പിക്കുക. ഈ ശീലങ്ങളെന്ന് പറയുമ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് ആധ്യാത്മിക ശീലങ്ങളാണ്. ഈ പോയ ദിവസം ഒരു കുടുംബനാഥയും ആ സ്ത്രീയുടെ മകളും കൂടെ എന്നെ കാണാൻ വന്നു. ഞാൻ ആധ്യാത്മികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. വലിയ ആഴ്ചയൊക്കെ പള്ളി വന്നോന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുടുംബനാഥ ഉൾപ്പെടെ വലിയാഴ്ചയുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ വരാൻ താല്പര്യം കാണിച്ചില്ല. ഞാൻ ആ പെങ്കൊച്ചിനോട് ചോദിച്ചു, കുടുംബ പ്രാർത്ഥനയിൽ മോള് പങ്കെടുക്കുന്നുണ്ടോ? അവൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ല. പിന്നെ വെച്ചാൽ ഞാനെങ്ങനെയാണ് പങ്കെടുക്കുന്നത്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് പറഞ്ഞ കുടുംബശീലങ്ങൾ പരിശീലിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആധ്യാത്മിക ശീലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പണ്ടൊക്കെ നമുക്കറിയാം, മുതിർന്നവരെ ആദരിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അപ്പനെ, വല്യപ്പനെ, വല്യമ്മയെ, പ്രായത്തിൽ മൂത്തവരെ ഒക്കെ ആദരിക്കുന്ന രീതി, അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എഴുന്നേൽക്കുന്ന രീതി, ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നൊക്കെ അതൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടതാണ്. ഇതിനെല്ലാം അടിസ്ഥാനം ഞാൻ മുമ്പ് പറഞ്ഞ ആധ്യാത്മിക ശീലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഒട്ടേറെ കുടുംബശീലങ്ങൾ അഭ്യസിപ്പിക്കാൻ സാധിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും, പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ ശീലിച്ചാൽ മതിയോ കാര്യങ്ങൾ? ആണുങ്ങൾ ശീലിക്കണ്ടേ? ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും കുടുംബത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശീലിക്കേണ്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കുടുംബനാഥയെ സംബന്ധിച്ചിടത്തോളം ഹൗസ് മാനേജ്മെൻറ്റ് ആ ആളിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ ഫാമിലി മാനേജ്മെൻറ്റ് ഭർത്താവായ കുടുംബനാഥൻ്റെ ഉത്തരവാദിത്വം. ഫാമിലി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഫാമിലി മാനേജ്മെൻറ്റിനോട് ബന്ധപ്പെട്ട് ഒരു ഭർത്താവ്, ഒരു അപ്പൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ ആൺകുട്ടികളെ പരിശീലിപ്പിക്കാനിടയാവണം. മുമ്പ് പറഞ്ഞതുപോലെ ജോലിക്കാരായിട്ടുള്ള ഭാര്യമാർ ഇന്നുള്ളത് കൊണ്ട് അവർ ശീലിക്കുന്ന ചില കാര്യങ്ങളും കൂടെ ആൺകുട്ടികളും കൂടെ ശീലിക്കേണ്ടതാണ്. ഇന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ മക്കളെയൊക്കെ ഏർപ്പെടുത്താതെ പോകുമ്പോൾ പരാജയപ്പെടുന്നത് ഇവരുടെ ഭാവി ജീവിതം തന്നെയാണ് എന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന ആ യുവാവായ ഭർത്താവിനെ പോലെ കുടുംബജീവിതത്തിൽ വിഷമിക്കാതിരിക്കാൻ, എന്നാൽ പ്രതീക്ഷിക്കുന്ന സന്തോഷം അനുഭവിക്കാൻ തക്കവിധം കുടുംബനാഥകൾ കുടുംബത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തക്കവിധം ആ നല്ല ശീലങ്ങൾ ഈ പെൺകുട്ടികളെ, ആൺകുട്ടികളെ ശീലിപ്പിക്കുക തന്നെ വേണം. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേൽക്കുക, അവരെ ആദരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ വലിയൊരു ശീലമായിരുന്നു. മുതിർന്നവരെ കാണുമ്പോൾ, ഗുരുക്കന്മാരെ കാണുമ്പോൾ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുക. ഇവിടെ ഒരു കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, ഈ ഇടയ്ക്കാണ് എനിക്ക് ഈ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായത്. കാരണം ഞാൻ പള്ളിയിൽ കുഞ്ഞുങ്ങളെ
പരിശീലിപ്പിച്ചപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ഒരച്ഛനെ കാണുമ്പോൾ ഒരാൾ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പനെ കാണുമ്പോൾ, അമ്മയെ കാണുമ്പോൾ, മുതിർന്ന ആളെ കാണുമ്പോൾ, അധ്യാപകനെ കാണുമ്പോൾ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നു. എന്താ എൻ്റെ അർത്ഥം? അച്ഛനെ കാണുമ്പോൾ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്നാ? അച്ഛനെ ഞങ്ങൾക്ക് നൽകിയ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാ. അച്ചാച്ചനെ, വല്യപ്പനെ, വല്യമ്മയെ ഞങ്ങൾക്ക് നൽകിയ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാ. എന്ന് പറഞ്ഞാൽ ഈ സ്തുതി കൊടുക്കുന്നത് അച്ഛനല്ല, അച്ഛനിലൂടെ ദൈവത്തെ സ്തുതിക്കുക ചെയ്യുന്നു. ഇതുപോലെ എന്തുമാത്രം ശീലങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആധ്യാത്മികമായ ശീലങ്ങൾ, കുടുംബപരമായ ശീലങ്ങൾ, സാമൂഹ്യമായ ശീലങ്ങൾ ഒക്കെ നമ്മുടെ കുട്ടികളെ, യുവജനങ്ങളെ ശീലിപ്പിച്ചാൽ അവരൊക്കെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അഭിമാനിക്കത്തക്ക രീതിയിൽ അവരായിത്തീരുമെന്നതിന് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കാം. എൻ്റെ അടുത്തേക്ക് വിവാഹപ്രായമായി പെങ്കൊച്ചിന്, ചെറുക്കന് എന്നൊക്കെ പറഞ്ഞ് വരുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കാറുണ്ട്, വിവാഹ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ ഈ മകൾ, ഈ മകൻ യോഗ്യയാണോ, യോഗ്യനാണോ? ചില മാതാപിതാക്കൾ നിശബ്ദരായിട്ടിരിക്കും. അന്നേരം അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ മകനും മകളും നിർവഹിക്കത്തക്ക രീതിയിൽ കൈമാറി വരുന്ന കുടുംബശീലങ്ങൾ അവർ സ്വന്തമാക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ മറ്റുള്ളവരുടെ മുമ്പിൽ പഴിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. ഇത്തരത്തിലുള്ള യുവാക്കന്മാർ വിവാഹം ചെയ്യുമ്പോൾ പ്രതീക്ഷയോടുകൂടി ആ വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചിട്ട് ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ വരാതിരിക്കാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹത്തിലേക്ക് മക്കളെ ഒരുക്കിവിടുമ്പോൾ നല്ല കുടുംബശീലങ്ങൾ അവരെ പരിശീലിപ്പിക്കുക. നല്ല കുടുംബശീലങ്ങൾ സ്വന്തമാക്കാൻ തക്കവിധം അവരെ യോഗ്യരാക്കി തീർക്കുക. അത്തരത്തിൽ മക്കളെ വിവാഹത്തിലേക്ക് നയിക്കുന്നതിന് മുൻപ് അവരെ നല്ല ശീലങ്ങൾ പരിശീലിപ്പിച്ചിട്ടുള്ള എത്രയോ മാതാപിതാക്കൾ നമുക്കുണ്ട്, നൂറുകണക്കിന് മാതാപിതാക്കൾ. അവരൊക്കെ മക്കളെ വിവാഹ ജീവിതത്തിലേക്ക് നയിച്ചതുകൊണ്ട് അവരുടെ ജീവിതമൊക്കെ വിജയകരമായി തീർന്നിട്ടുണ്ട്. അത്തരത്തിൽ മക്കളെ അവർ കുട്ടിക്കാലത്ത് തന്നെ, യൗവനത്തിൽ തന്നെ ശീലങ്ങൾ, നല്ല ശീലങ്ങൾ സ്വന്തമാകത്തക്ക വിധം പരിശീലിപ്പിച്ച മാതാപിതാക്കളിൽ ചിലരെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് നമ്മുടെ ഈ പരിപാടിയിലൂടെ. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ നമ്മളിപ്പോൾ പരിചയപ്പെടുകയാണ്. അവരുടെ ആ ജീവിത സാക്ഷ്യം തീർച്ചയായും പ്രേക്ഷകർക്ക് മാതൃകയാണ്. പ്രത്യേകിച്ച് മക്കളെ വളർത്തുമ്പോൾ, പരിശീലിപ്പിക്കുമ്പോൾ നമുക്ക് അവരുടെ സാക്ഷ്യത്തിലേക്ക് സന്തോഷപൂർവ്വം പോകാം. നിങ്ങളെ ഏവരെയും ആ ദൃശ്യത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സണ്ണി പുളിങ്ങാപ്പള്ളി. ഞാൻ അതിരമ്പുഴ ലിസ്യു ഇടവകയിലെ അംഗമാണ്. ഞാനിവിടുത്തെ ഈ ഇടവകയിലെ ഒരു പാരീഷ് സെക്രട്ടറി കൂടിയാണ്. എൻ്റെ ഭാര്യ ലില്ലി. ഞങ്ങൾ വിവാഹിതരായിട്ട് ഏതാണ്ട് 30 വർഷത്തോളം കഴിഞ്ഞു. ഞങ്ങൾക്ക് 4 കുട്ടികളാണ് ദൈവം നൽകിയിരിക്കുന്നത്. 3 പെൺകുട്ടികളും ഒരാണും. മൂത്തയാളുടെ വിവാഹം ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ ആൺകുട്ടിയാണ്. അദ്ദേഹം SPD സെമിനാരിൽ പഠിക്കുന്നു. ഏതാണ്ട് 10 വർഷത്തോളം കഴിഞ്ഞു. മൂന്നാമത്തെ ആൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. 3-ാം വർഷം കഴിഞ്ഞിരിക്കുന്നു. 4-ാമത്തെ ആൾ ഇവിടെ അടുത്ത് KE കോളേജിൽ മാത്തമാറ്റിക്സ് BSc സെക്കൻഡ് ഇയർ കഴിഞ്ഞു. 3-ാം വർഷത്തേക്ക് കടക്കുന്നു. പിന്നെ ദൈവാനുഗ്രഹത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയുവാനുള്ളത്. ഞങ്ങളുടെ ജീവിതം മുഴുവനും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വലിയ തിര തന്നെയായിരുന്നു. കാരണം ഞങ്ങളുടെ 2 പേരും 2 വ്യത്യസ്തമായ കേരളത്തിൻ്റെ ഒരറ്റത്തും മറ്റേ അറ്റത്തുമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും
അതോടൊപ്പം തന്നെ ഒരു കുടുംബജീവിതം ആരംഭിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം പ്രാർത്ഥനാ ജീവിതമായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും പ്രധാന മുഖമുദ്ര. എല്ലാ ആവശ്യങ്ങളിൽ നിന്ന് തന്നെയല്ല, എല്ലാ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും തന്നെയല്ല, പൊതുവായ ഒരു പ്രാർത്ഥനാ ശൈലിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ദൈവം ഞങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു അനുഭവമാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ അനുഭവത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായിട്ട് ഒരു അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം നടന്നു പോയിക്കൊണ്ടിരുന്ന ഈ അവസരങ്ങൾ പോലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം കണ്ടറിഞ്ഞ് നടത്തുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് 4 കുട്ടികളാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പോലെയുള്ള മറ്റ് വിദ്യാഭ്യാസമോ മറ്റോ കാര്യങ്ങൾക്കൊന്നും വേണ്ടി പ്രത്യേകമായി സമ്പാദിച്ചു വെക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് തോന്നിയിട്ട് ഞങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അത് ഓർത്തിട്ടില്ല. കാരണം തന്നിരിക്കുന്ന ദൈവം മക്കളെ തന്നിരിക്കുന്ന ദൈവം അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അതാത് സമയങ്ങൾ നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അത്രമാത്രം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളത്. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും ഓരോ ആവശ്യങ്ങളിലും ദൈവം കൃത്യമായി ഒരു ആരെയെങ്കിലും അതിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തി ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നടന്നിരുന്നു. ഞങ്ങൾ ടീച്ചേഴ്സായിരുന്നു. നാഗാലാൻഡിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1985 മുതൽ 2000 വർഷം വരെ ഞങ്ങൾ അവിടെയായിരുന്നു ടീച്ചേഴ്സായി പണിയെടുത്തത്. ഏതാണ്ട് 20 വർഷത്തോളമായി ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനാണ്. ഹെഡ് മാസ്റ്ററായിട്ട് 10-15 വർഷക്കാലം ഞാൻ ഈ ലിസിയുടെ വകയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനാണ്. ഒരുപാട് കുട്ടികളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവിടെ ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാനും എനിക്ക് ഇട വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾ എൻ്റെ സ്വന്തം കുട്ടികൾ പോലും കൂടെ എന്നെ അവിടെ ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കുന്നത്. കാരണം അവരുടെ ആവശ്യങ്ങൾ തുറന്നു പറയാനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഒക്കെ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിലേക്ക് എനിക്ക് കടന്നു ചെല്ലാനും അവർക്ക് എന്നെ ടെസ്റ്റ് ചെയ്യാനോ എപ്പോഴും സാധിക്കുമായിരുന്നു. പുറത്തുള്ള കൂട്ടുകെട്ടിനേക്കാൾ ഉപരിയായിട്ട് അവർ കൂടുതലായിട്ട് എന്നെ ഒരു സുഹൃത്തായിട്ട് കണക്കാക്കുന്നു. ഞാൻ അപ്പോഴും അതിൽ സന്തോഷമാണ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രാർത്ഥനാ ജീവിതമാണ്. അല്ലെങ്കിൽ ഈശോ എൻ്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ഈശോ എൻ്റെ കൂടെ ഇല്ലാത്തൊരവസരത്തിൽ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. ഇടവകയുടെ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും ഒക്കെ സജീവമാണ് എൻ്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നതുകൂടിയാണ്. നിരവധിയായ സഹോദരന്മാരും കസിൻസും ഒക്കെ അച്ഛന്മാരൊക്കെ ഒരുപാടുള്ള ഒരു ഫാമിലിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്സും ശക്തിയും എല്ലാം എൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ എൻ്റെ കുട്ടികളുടെ സ്നേഹമൊക്കെയാണ്. കാരണം തിരിച്ചറിയാൻ പറ്റും. ഞാൻ എൻ്റെ മൂത്ത മകളുടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആളുടെ വിവാഹം കഴിക്കാൻ അയച്ചടയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് സമ്പാദ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേങ്കിൽ അത് ആ കൃത്യസമയത്ത് കാര്യങ്ങൾ നടക്കാൻ ദൈവം പ്രത്യേകമായിട്ട് അത് ഒരുക്കി വെച്ചു. പ്രാർത്ഥനാ ജീവിതമാണ്, പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ തീർച്ചയായിട്ടും. അപ്പോൾ ആ പ്രാർത്ഥനയിലൂടെ ഉള്ള ആ ജീവിതം ഞങ്ങളുടെ കുട്ടികളെ ഇത്രയെങ്കിലും ഒരു പ്രത്യേക രീതിയിലേക്ക്, ഒരു അവസ്ഥ, ഒരു അന്തസ്സിലേക്ക് കടത്തിവിടാനായിട്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതോടൊപ്പം ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു, ഇപ്പോഴും ശ്രദ്ധിക്കുന്നു. എൻ്റെ പേര് ലില്ലി മാത്യു, പുളിങ്ങാപ്പള്ളിയിൽ. ഞങ്ങൾക്ക് 4 മക്കളാണുള്ളത്. 3 പേര് പെൺമക്കളും ഒരാൺകുട്ടിയും. മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞു. അവൾക്ക് ആവശ്യമായ ട്രെയിനിങ് എല്ലാം കൊടുത്താണ് അവളെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വലിയ വിഷമങ്ങളൊന്നും തോന്നുന്നില്ല. അവൾക്ക് അവളുടെ അമ്മയോടൊപ്പം പെരുമാറാനും അവരുമായി ഡീൽ ചെയ്യാനും എല്ലാം നല്ല സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമാണ് അവളിപ്പോൾ നയിക്കുന്നത്. അവൾക്ക് എങ്ങനെ പെരുമാറണം, മമ്മി എപ്രകാരം പപ്പായോട് പെരുമാറി, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ അവൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് അവൾക്ക് അതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. അവൾക്ക് ഈ ഒരു വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് മാറിയതായിട്ട് വരെ തോന്നുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. അവൾക്ക് അത്രമാത്രം സന്തോഷമാണ് അവിടെ. അവൾക്ക് അവളുടെ ഹസ്ബൻഡുമായിട്ട് മാത്രമല്ല സന്തോഷം, അവളുടെ അമ്മായിയമ്മയും അമ്മായച്ചനും ഒക്കെ ആയിട്ട് അവൾ നല്ല സന്തോഷത്തോടെ പോകുന്നു. അവൾക്ക് അത്യാവശ്യമായി അവളുടെ നേഴ്സിംഗ് പഠനത്തിനിടയ്ക്കും അവൾ ഇവിടെ ആയിരുന്നപ്പോൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ആവശ്യമായ ട്രെയിനിങ് ഞാൻ നൽകിയിരുന്നു.
അതുപോലെ തന്നെയാണ് എന്നെ വീട്ടിൽ സഹായിക്കുവാനും. ഞാൻ എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുകയാണെങ്കിൽ എനിക്ക് എഴുന്നേൽക്കാതെ തന്നെ അവർ എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരുവാനും, അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം പാകം ചെയ്യുവാനും അവർ പഠിച്ചിട്ടുണ്ട്. അവർക്കത് ചെയ്യുവാൻ അവർക്ക് അറിയുകയും ചെയ്യാം. എൻ്റെ പേര് ലോണ തെരേസ മാത്യു. ഇതെൻ്റെ ചേച്ചി ഡോണ മേരി മാത്യു. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ഇവിടെ KE കോളേജ് മാന്നാനത്ത് പഠിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം ദൈവനിയോഗങ്ങളായിരുന്നു. പപ്പായും മമ്മിയും കല്യാണം കഴിച്ചതും അതോടൊപ്പം ഞങ്ങളുണ്ടായതും ഞങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ചതും ദൈവപരിപാലനയിൽ വളർത്തിയതും എല്ലാം ഒരു ദൈവനിയോഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മമ്മിക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം അങ്ങോട്ട് പോകുമല്ലോ. ഒരുപാട് ട്യൂഷൻ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ മമ്മിക്ക് എല്ലാം ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റിയല്ലോ. തുണി അലക്കാനും പാത്രം തേച്ച് കഴുകാനും ഈ മുറിയൊക്കെ വൃത്തിയാക്കാനും എല്ലാം കൂടെ മമ്മിക്ക് അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഞാനും ചേച്ചിയും ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ആവുന്ന രീതിയിലൊക്കെ സഹായിക്കാറുണ്ട്. മമ്മി അതുപോലെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും. വേറൊരു വീട്ടിലോട്ട് കെട്ടിച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കയറി ചെല്ലേണ്ടതാണല്ലോ. അപ്പോൾ അതനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മമ്മിക്കറിയാം. അപ്പോൾ മമ്മി ഞങ്ങളെ എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാനുണ്ട്. ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. മമ്മി ഞങ്ങളെയും ചേച്ചീനെയും ഒക്കെ വീട്ടു ജോലികൾ കൃത്യമായി ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മമ്മി ഇല്ലാത്ത സാഹചര്യങ്ങളിലും ചേച്ചിയാണ് കൂടുതലായിട്ട് വീട്ടു ജോലികൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേച്ചി കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്ന് എപ്പോഴും വിളിച്ചു പറയാറുണ്ട്. ഇവിടുന്ന് കിട്ടിയ പരിശീലനം ഇപ്പം വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ചേച്ചിക്ക് അവിടെ എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരെക്കൊണ്ട് ഒരു കുറ്റവും പറയാൻ ഇടവരുത്താറില്ല എന്നൊക്കെ ചേച്ചി പറയാറുണ്ട്. അപ്പോൾ ഇപ്പം ചേച്ചി അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ വളരെ സന്തോഷവതിയായിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ പേര് ടോണിയോ. ഞാൻ SVD സഭയിലെ ഒരു അംഗമാണ്. ഞാൻ SVD സഭയിലേക്ക് സെമിനാറിലേക്ക് ചേർന്നിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി. ഞാൻ ഈ പുരോഹിത ജീവിതം തിരഞ്ഞെടുക്കാൻ തന്നെ വലിയൊരു കാരണം എൻ്റെ മാതാപിതാക്കളായിരുന്നു. ചെറുപ്പം മുതലേ സന്ധ്യാപ്രാർത്ഥനയിലും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നതിനും അവർ എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചിരുന്നു. ഇതൊക്കെ കാരണമാകാം ഞാൻ ഈ ജീവിതത്തിലേക്ക് വരാൻ തന്നെ കാരണം. അതുപോലെ തന്നെ എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും സേവനസന്നദ്ധമായ പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന് മമ്മിയും പപ്പായും വേദവാട സ്കൂളിൽ ടീച്ചേഴ്സായിരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും സഹായിക്കാനും ആരെങ്കിലും കുറച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ചെയ്യാനും അവരെപ്പോഴും തൽപരരായിരുന്നു. അതൊക്കെയാകാം ഞാൻ ഈ മിഷണറി കോൺഗ്രിഗേഷൻ, SVD ഒരു മിഷണറി കോൺഗ്രിഗേഷനാണ്, ആ ഒരു കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കുടുംബങ്ങളെ രൂപപ്പെടുത്തിയ അവിടുത്തെ മഹനീയ നാമത്തെ ഏറ്റുപറയുന്നു. കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ നല്ല കുടുംബജീവിതം അവർ നയിക്കാൻ ഇടയാകും വിധം കൊച്ചുപ്രായത്തിൽ തന്നെ നല്ല ശീലങ്ങൾ അഭ്യസിപ്പിക്കുവാൻ മാതാപിതാക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭാവിയിൽ തങ്ങളുടെ ജീവിത പങ്കാളി പ്രതീക്ഷിക്കുന്ന തരത്തിൽ അവരായിത്തീരാൻ തക്ക വിധം തലമുറകളിലൂടെ കൈമാറി കിട്ടുന്ന നല്ല കുടുംബശീലങ്ങളെ സ്വന്തമാക്കാൻ അവരെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ഇക്കാലത്ത് അവിടുത്തെ വിളി അനുസരിച്ച് വിവാഹ ജീവിതം സ്വീകരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹവും കൃപയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.